അണ്ണന്റെയും പെരയുടെയും ഒരു ലിപ് ലോക്ക് ഇപ്പൊ വൈറലായിട്ട് അല്ല അത് ഒറിജിനൽ എന്ന് പറയുന്നത്. അണ്ണന്റെയും പെരയുടെയും ഒരു ലിപ് ലോക്ക് ഇപ്പൊ വൈറലായിട്ട് അല്ല അത് ഒറിജിനൽ എന്ന് പറയുന്നുണ്ടല്ലോ. അത് എവിടെ ഒറിജിനൽ ഫേക്ക് ഞങ്ങള് അങ്ങനെ ചെയ്യുന്ന ഞാനും ആ ടൈപ്പല്ല അവനും ആ ടൈപ്പല്ല. അപ്പൊ പലരും വിളിച്ചു ചോദിക്കുകയാണ് ഞങ്ങൾ ബ്ലഡ് നൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഡിലീറ്റ് ആയപ്പോഴാണോ? ഒന്നുമല്ല, ഇത് AI ഉപയോഗിച്ച ടെക്നോളജി മിസ്യൂസ് ചെയ്തതാണ്. AI വരുന്നത് പണ്ടേ ആൾക്കാർ പറഞ്ഞതാണ് മിസ്യൂസ് ചെയ്യും. ആ മിസ്യൂസ് അടങ്ങണം. മലയാളികൾക്ക് കളിയാക്കാൻ മാത്രമേ അറിയുള്ളൂ. കളിയാക്കാൻ ഒരു സാഡിസമാണ്, അതൊരു മനോരോഗമാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം. മലയാളികൾക്ക് കളിയാക്കാൻ മാത്രമേ അറിയുള്ളൂ. ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന മലയാളികളാണ്. മേലെ എന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് നീ വന്നോ കണ്ട പേരിനോട് ചോദില്ല. നീയാണ് ദുരന്തം. നീയാണ് 2001 പെണ്ണിനുണ്ടാക്കി എനിക്ക് നമുക്ക് മേല വീഡിയോ കൊടുത്തു അലൻ ജോസ് പെരേര കോമാളിത്തം കാണിക്കുന്ന പോലെ ആർക്കും കോമാളിത്തം കാണിക്കാൻ പറ്റില്ല. കാരണം അപ്പർ ഫ്ലോർ വേക്കേണ്ട അയാൾക്ക് അങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ. എന്നെ പിന്നെ പല മീഡിയക്കാരും വളച്ചൊടിച്ചാണ് കോമാളിയാക്കിയത്. ശരിക്കുള്ള കോമാളി അലൻ ജോസ് പെരേരയാണ്. ഇവരെ വെറുതെ ആവശ്യമില്ലാത്ത ദേഷ്യപ്പെടുത്തിക്കുന്നു. ആൾക്കാർ വീഡിയോ പിടിക്കുന്നത് എല്ലാം അറിയുന്നിട്ടല്ലേ ഇവൻ അത് വെച്ച് ഇറങ്ങിയിട്ടുണ്ടാവും. ഇവിടെ വെച്ച് തീർത്തോ മേലെ എന്റെ വീട്ടിലേക്ക് നാട്ടിലേക്ക് നീ വന്നോ കണ്ട പേരിനോട് ചോദില്ല. നീയാണ് ദുരന്തം. നീയാണ് 2001 പെണ്ണിനുണ്ടാക്കി എനിക്ക് തന്നിട്ട് നീ അവിടെ മൈൻഡ് പോലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ സൂപ്പർ സ്റ്റാർ. എന്താ എറണാകുളം ജില്ലയിൽ നേര അനാവശ്യമായിട്ട് പ്രസവം എന്താ കിട്ടുമോ? അത് വീഡിയോ നിന്നെ പോലീസ് കൊണ്ടിട്ട് ചവിട്ടി കുട്ടി പറഞ്ഞു. ശരിയാണ്, ഭയങ്കരമായിട്ട് ആക്രമണം ചെയ്തവര്. കാരണം എത്ര കിട്ടി? ഒരു 5-6 കിട്ടി. എവിടെ കിട്ടിയാ? 2-3 ഉള്ളൂ. എവിടെ കിട്ടി? ഷർട്ട് അഴിച്ച് കാണിക്കടാ നമുക്ക്. എവിടെ അങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. കേസ് എടുക്കാൻ പോവാണ് അവർക്ക്. വേറെ എവിടെ ഇടിച്ചത്? ആ വീഡിയോ പുറത്തു വരുമെന്നാ പറഞ്ഞപ്പോ ഇതിന്റെ വീഡിയോ ഉണ്ടെന്നോ ഇട്ടില്ല. ഇടിച്ച ആൾക്കാരത് ഇടിച്ച ഭൂതാപുര ചെയ്താ. കാരണം നമ്മളെ ഒരു മോശമായിട്ട് എന്നെ ഫോഴ്സ് ചെയ്തിട്ട് എന്നെ മറ്റേ പെട്ടെന്ന് ഇന്നലെ പെരേര ഇവിടെ കിടന്ന് അലമ്പായിരുന്നു. പോലീസൊക്കെ കൊണ്ടുവന്നു. ആൾക്കാർ വിചാരം പെരേര എന്റെ അടുത്ത ചൂടാ. എന്റെ അടുത്തല്ല, ഞാൻ അവസാനേ വന്നതാ. ഇവൻ ആ ബ്രൈറ്റാണ് കൂട്ടുകാരനാണ്. അവരോട് ഭയങ്കര വാസ്തർക്കും. ബ്രൈറ്റ് പറഞ്ഞു. ബ്രൈറ്റിനോട് പറയാണ് മമ്മൂട്ടി മോഹൻലാൽ കോമാളികളാണ്, അവരൊന്നും വലിയ ആൾക്കാരല്ല, പൊട്ടന്മാരാണ് എന്ന് പറഞ്ഞപ്പോൾ ബ്രൈറ്റ് പറഞ്ഞു നീ ലെജൻസാണ്, നീ അവരെ കമ്പയർ ചെയ്യലോ. അങ്ങനെ അവന് കിളിപോയ അവസ്ഥയായി. ലോകത്ത് ഭയങ്കര തെരുവിളിയല്ല. അത് കഴിഞ്ഞ് ബ്രൈറ്റ് കേസ് കൊടുത്ത് വരെ ഇവൻ കേസ് കൊടുക്കാൻ പോയിരിക്കും. അവിടെ ചെന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ബ്രൈറ്റിന്റെ ഫോൺ എടുക്കാൻ പോയി. അപ്പോൾ അവൻ പോലീസ് അടിക്കാൻ വന്നു. അപ്പം പറയും ഞാൻ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറാണ്. അവർ പറഞ്ഞു പിന്നെ വന്ന തിയേറ്ററിൽ കാണിച്ചാൽ മതി, ഇവിടെ ഒന്നും കാണിക്കണം. അവൻ്റെ അടി പൊട്ടിട്ട് പൊടിച്ചു. ആ കാര്യം പുള്ളി ആരും പറയുന്നില്ല. ഒരു വീഡിയോ ഉണ്ട് പുള്ളിക്ക് അടി കിട്ടണം. എൻ്റെ അല്ല, വേറെ അടുത്തിൻ്റെ അല്ല. നല്ല അടി കൊണ്ടുണ്ട്. അത് എൻ്റെ സോറി പറയാം. ഞാൻ സൂപ്പർ സ്റ്റാറും അല്ല, ഒന്നുമല്ല, ഒരു പാവം പയ്യനാണ്. ഇങ്ങനെ കോമഡി അല്ല, ഇത്രയും കോമഡി ഇവനെ പോലെ കോമാളത്തിന് കളിക്കാൻ വേറെ ആർക്കും പറ്റില്ല. നല്ല മനുഷ്യരെന്നെ കളിയാക്കാറില്ല.
ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് അങ്ങനെ വടക്കോട്ടുള്ള ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മനുഷ്യനെ കളിയാക്കാറില്ല. യുവജൻ പിള്ളേർക്ക് മനുഷ്യത്വം കുറച്ച് കുറവാണ്, അവരാണ് കൂടുതൽ കളിയാക്കുന്നത്. IIT അഡ്മിഷൻ കിട്ടിയ ഏക റിവ്യൂവർ ആറാട്ടണ്ണാണ്. IIT ബോംബെയിൽ അഡ്മിഷൻ കിട്ടിയ IIT അഡ്മിഷൻ കിട്ടിയ ഏക റിവ്യൂവർ ആറാട്ടണ്ണാണ്, വേറെ ആരുമല്ല. ആറാട്ടെണ്ണനും അലിൻ ജോസ് പെരേരായിട്ടുള്ള ലിപ് ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസമായി. അപ്പൊ ഈ ഒരു ലിപ് ലോക്ക് കുറച്ച് ദിവസം ഇങ്ങനെ വൈറലായിട്ട് ഇങ്ങനെ നിൽക്കണായിരുന്നു. അപ്പൊ ഈ ഒരു വിഷയത്തിനെ പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഇവരുടെ ലിപ് ലോക്കിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ അത് ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും കൺപുളിർക്കെ കണ്ടു. അതായത് പലരും ഇതിന്റെയൊക്കെ ലിങ്ക് ഒക്കെ ചോദിക്കുന്നുണ്ടായി. എന്തുവാടെ ഇതിന്റെ ലിങ്ക് ഒക്കെ കണ്ട് കാണാൻ മാത്രം എന്താണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്തായാലും ആറാട്ടെണ്ണന്റെ പിന്നെ പല രീതിക്കുള്ള കാര്യങ്ങൾ ആറാട്ടെണ്ണ ഈ അലിൻ ജോസ് പെരേരയുടെ തെറിവിളി വേറൊരു സൈഡിനകത്ത് അതൊരു അങ്ങനെ ഒരു ജന്മം. അതിനെ മിക്കവാറും ആരെങ്കിലും കൈകാര്യം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യം നടുറോട്ടിനകത്ത് നിന്നൊക്കെയാണ് തെറിയൊക്കെ വിളിക്കുന്നത്. അപ്പൊ എന്തായാലും മിക്കവാറും ആരെങ്കിലും അതിന് മേടിച്ചു കൂട്ടാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഈ അലിൻ ജോസിന്റെ കാര്യത്തിൽ. പിന്നെ അലിൻ ജോസിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ കൊടുത്തവനെ ഞാൻ തെറ്റ് പറയില്ല. ഞാൻ ആ കൊടുത്തവനെ ഒരിക്കലും ഞാൻ മോശമായിട്ടൊന്നും പറയൂല. കാര്യം അത് അവനെ കാണുന്ന ആർക്കായാലും രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. അവനെ കാണുന്നത് മാത്രമല്ല അവന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവും. അതായത് ഈ ഇമാതിരി ഒരു ജന്മമൊക്കെ എന്ത് ജന്മോടെ അത് എനിക്ക് ഇപ്പോഴും അലിൻ ജോസ് പെരേര എന്ന് പറയുമ്പോൾ തരിച്ചു കയറി വരും. അപ്പൊ എന്തായാലും പിന്നെ ഇവനെ കൊടുക്കുന്ന ഫാൻസ് ഉണ്ട്, AGP ഫാൻസ്, AGP അത് തന്നെ അലിൻ ജോസ് പെരേര AGP മായാലും കൊള്ളാം. അപ്പൊ എന്തായാലും അങ്ങനെ കുറെ ഫാൻസും ഉണ്ട് ഇവനൊക്കെ. അവന്മാരെയൊക്കെ ചിലപ്പോ വന്ന വീടിന്റെ അടിയിൽ തെറിയൊക്കെ വിളിച്ചെന്നൊക്കെ വരാം. അപ്പൊ അതൊക്കെ എന്തായാലും ഫാൻസിനൊന്നും കൊള്ളരുതേ, എന്നൊന്നും ചെയ്യരുതേ. കാര്യം അലിൻ ജോസ് AGP ഉയർ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി അവിടെ M ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ വെച്ച് നിർത്തണേണ്. പിന്നെ ഈ വീഡിയോനകത്ത് ഒരു സംഭവത്തിനെ പറ്റി പറയാൻ മറന്നു പോയിട്ട്, അതായത് നമ്മുടെ ഈ അലിൻ ജോസ് പെരേരനെ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയിട്ട് നല്ല ഇടിയിടിച്ചെന്നാണ് കേൾക്കുന്നത്. അപ്പൊ പുള്ളിയും ബേത്തൊക്കെ പാടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടല്ല. അപ്പൊ അതെന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ വലിയൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നതാണ്. കാര്യം ഇവനെപ്പോലുള്ളവനെ നിങ്ങൾ അങ്ങനെയെങ്കിലും ഒന്ന് ഇവൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ നാട് ഈ ഭൂമിക്ക് തന്നെ ഭാരം എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരാളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് ഈ പറഞ്ഞ അലിൻ ജോസ് പെരേര. അപ്പൊ അവനെയൊക്കെ പിടിക്കുന്നുണ്ട്. ഇടിച്ചതിനൊന്നും ഞാൻ ഒരിക്കലും കേരള പോലീസിന് തെറ്റ് പറയൂല. കാര്യം ആർക്കായാലും അവൻ ചെയ്യണം കണ്ടു കഴിഞ്ഞാൽ 2 റൺ കൊടുക്കാൻ തോന്നും. അത് അവര് കൊടുത്തു. അതിപ്പോ അവൻ പോലീസ് സ്റ്റേഷനകത്ത് കയറി ചെയ്യുന്നുണ്ട്. അവൻ സൂപ്പർ സ്റ്റാർ എന്നാണ് പറഞ്ഞത്. ഞാൻ സൂപ്പർ സ്റ്റാറാണ്. അപ്പൊ മറ്റേ മറിച്ച് അവിടെ നിന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവൻ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി പറഞ്ഞിട്ടുണ്ടാവും. അവർ നല്ല കൊടുത്തിട്ടുണ്ടാവും. അതിപ്പോ ഒരിക്കലും നമുക്ക് പോലീസിനെ തെറ്റ് പറയാൻ പറ്റൂല. പോലീസ് മുത്താണ് മുത്ത്. എനിക്ക് അത്രയും പറയാനുള്ളൂ ഇതിനകത്ത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എല്ലാം വീഡിയോയുടെ കമന്റ് ആയിട്ട് കേട്ടോ. പിന്നെ ആറാട്ടെണ്ണൻ കറക്റ്റ് സമയത്ത് ഒരു ഗോൾ അടിക്കാൻ നോക്കട്ടെ. ആറാട്ടെണ്ണൻ പിന്നെ ഇവരെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമ്പോഴത്തേക്കും മറ്റാൾക്ക് അതിനകത്ത് സന്തോഷമൊക്കെ ഉണ്ടാകുന്ന ടീംസാണ്. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിനകത്താണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോട്ടെ എന്ന് തന്നെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് ടാറ്റാ ബൈ ബൈ.